3 വേൾഡ് മീറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 5 ഏഷ്യൻ മീറ്റുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വേൾഡ് മീറ്റിൽ എൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെങ്കല മെഡലാണ് 3ാം സ്ഥാനം. പിന്നെ ഏഷ്യൻ മീറ്റിൽ സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്. 0.01 സെക്കൻഡിനാണ് പോയി എനിക്ക് ഗോൾഡ് നഷ്ടപ്പെട്ടത്. സിൽവർ കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന വാഫി സംഘടിപ്പിച്ച വെറ്ററൻസ് അസോസിയേഷൻ ഓഫ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച വെറ്ററൻസ് സ്റ്റേറ്റ് മീറ്റിൽ 3 മെഡലുകൾ നേടി. 200 മീറ്ററിൽ ഫസ്റ്റ് ഗോൾഡ് നേടി, 1500 മീറ്ററിൽ സിൽവർ, അതേപോലെ 5000 മീറ്ററിൽ സിൽവർ നേടാൻ സാധിച്ചു. അതിന് ദേശീയ മത്സരം തമിഴ്നാട് വെച്ച് ഡിസംബർ മാസത്തിലാണ് നടക്കുക. അതിൻ്റെയൊക്കെയുള്ള യോഗ്യത നേടാൻ സാധിച്ചു. വയനാട് വെച്ച് നടന്ന കേരള അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ അതിൽ 10000 മീറ്ററിൽ അതിൽ സിൽവറും, അതേപോലെ 5000 മീറ്ററിൽ വെങ്കല മെഡലും നേടി. നമ്മുടെ കേരള സർക്കാരോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഇക്കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സഹായിക്കുക, അതിൻ്റെ ഒരു ഗൈഡൻസ് തരികയും മറ്റു സംഗതികൾ അത്തരത്തിലുള്ള ഇതിലൊന്ന് പറയാം. സാമ്പത്തികമായിട്ട് അങ്ങനെ പിന്നെ പ്രോത്സാഹനം ഇല്ല. അത് പ്രോത്സാഹനം കാര്യമായിട്ട് എൻ്റെ പൈസ തന്നെയാണ്. തൊള്ളുകൊണ്ട് പ്രോത്സാഹിച്ചിട്ട് വേറൊന്നുമില്ല. മനസ്സിലായില്ല. അപ്പോൾ അത് ചെയ്യില്ല. അതേ സമയത്ത് ഞാൻ ഇൻ്റർനാഷണൽ മത്സരത്തിന് പോകുമ്പോൾ അവരുമായിട്ട് സംസാരിക്കലുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും, അത് മിക്കവാറും മുഴുവൻ മുക്കാൽ ഭാഗവും, അത് 75% രാജ്യങ്ങൾക്ക് അവർ സർക്കാർ കൊടുക്കുക. അവരാണ് ടീയും ഒക്കെ കൊടുക്കുന്നത്. ഇവിടെ ഒന്നും കൊടുക്കില്ല. അസ്സലാമു അലൈക്കും. റേഡിയോ ഇസ്ലാമിൻ്റെ ഗസ്റ്റ് റൂമിലേക്ക് ഇന്നത്തെ അതിഥികളായി ലഭിച്ചിരിക്കുന്നത് അരീക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുസമദ് മാസ്റ്ററും അതുപോലെ വാഴക്കാട് സ്വദേശിയായിട്ടുള്ള താഹിർ കുഞ്ഞു മാസ്റ്ററുമാണ്. രണ്ടാളും അധ്യാപകരായിരുന്നു. അതുപോലെ കായിക രംഗത്തും ഒരുപോലെ മികച്ചു നിന്ന ആളുകളാണ്. രണ്ടാളും സർവീസ് കാലഘട്ടത്തിൽ നല്ല അധ്യാപകരായിട്ടും അതോടൊപ്പം കായിക രംഗത്തും സജീവമായി നിലനിൽക്കുന്ന മറ്റു മാതൃക കാട്ടുന്ന രീതിയിൽ, സ്പോർട്സ് രംഗത്ത് മാതൃക കാട്ടുന്ന രീതിയിലാണ് രണ്ടാളും അറിയപ്പെടുന്നത്. ഇപ്പോൾ ദേശീയ വെറ്ററൻ ചാമ്പ്യൻ കൂടിയാണ് അബ്ദുസമദ് മാസ്റ്റർ. അതുപോലെ താഹിർ കുഞ്ഞു മാസ്റ്ററും ഇതുപോലെ വളരെ വേറിട്ട രീതിയിൽ വെറ്ററൻ താരമായിട്ട് വരികയാണ്. ഒരുപാട് ഇനങ്ങളിൽ മത്സര ഇനങ്ങളിൽ കൃത്യമായ രീതിയിൽ സമ്മാനങ്ങളും ഗോൾഡ് മെഡൽ അടക്കമുള്ളത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ അബ്ദുസമദ് മാസ്റ്റർ ദേശീയ ലോക വെറ്ററൻ ചാമ്പ്യൻ എന്നുള്ള നിലക്കും ഏറ്റവും മികച്ച രീതിയിൽ കായിക രംഗത്ത് നിലനിന്ന അനേകം മെഡലുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ആളാണ് അബ്ദുസമദ് മാസ്റ്റർ. ഏതായാലും രണ്ടാളോടും നമുക്ക് ചോദിക്കാം. ഇന്നത്തെ ഗസ്റ്റ് റൂമിലേക്ക് ഒരിക്കൽ കൂടി രണ്ടാൾക്കും കൃത്യമായ സ്വാഗതം. ആദ്യമായി നമുക്ക് ചോദിക്കാനുള്ളത് സമദ് മാസ്റ്ററോടാണ്. മാസ്റ്റർ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സും മറ്റു സംഗതികളും ഒന്ന് പറയാം. ഞാൻ അരീക്കോട്ടുകാരൻ തന്നെയാണ്. സമദ് മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞല്ലോ. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ സ്പോർട്സ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ശരിക്ക് അതുവരെ കുട്ടികളൊപ്പം ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കാൻ ഉണ്ടായിരുന്നു മാത്രം. അപ്പോൾ ഞാൻ സ്പോർട്സ് രംഗത്തേക്ക് വന്നിട്ട് ശരിക്കും ഒരു 20 കൊല്ലമായിട്ടുള്ളൂ. ഇതിൻ്റെ മുമ്പില്ല. ഇപ്പോൾ 84 വയസ്സാണ്. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. എനിക്ക് ചെറിയ സ്ട്രോക്ക് വന്നു. ഇടത് ഭാഗം സ്ട്രോക്ക് വന്നുകൊണ്ട് ഒരു കൊല്ലമായിട്ട് ഞാൻ സ്പോർട്സ് രംഗത്തില്ല. അതിന് മുമ്പുള്ള 5 കൊല്ലവും 75 എബവ് 75-ലും 80-ലും ഞാനാണ് 100 മീറ്ററിൽ ഇന്ത്യയിൽ ഫസ്റ്റ്. അതുകൊണ്ട് പല രാജ്യങ്ങളിലും പോകാൻ പറ്റിയിട്ടുണ്ട്. 3 വേൾഡ് മീറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 5 ഏഷ്യൻ മീറ്റുകളിലും പങ്കെടുത്തിട്ടുണ്ട്. വേൾഡ് മീറ്റ് ഒന്ന് അമേരിക്കയിലെ കാലിഫോർണിയയിൽ നടന്ന മീറ്റ്, അതുപോലെ ഫ്രാൻസിലെ ലിയോണിൽ നടന്ന വേൾഡ് മീറ്റ്, ആസ്ട്രേലിയയിലെ പെർത്തിൽ നടന്ന വേൾഡ് മീറ്റ്. ഈ 3 വേൾഡ് മീറ്റിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ വേൾഡ് മീറ്റിൽ എൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെങ്കല മെഡലാണ് 3ാം സ്ഥാനം. 3ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. 100 മീറ്റർ ഓട്ടത്തിലാണ് കിട്ടിയിട്ടുള്ളത്. 100 മീറ്ററിലാണ് ഞാൻ സാധാരണ പങ്കെടുക്കാറ്. പിന്നെ ഏഷ്യൻ മീറ്റിൽ സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് കിട്ടിയിട്ടില്ല. ഗോൾഡ് കിട്ടിയില്ല എന്നുള്ളവർക്കൊക്കെ വന്നിട്ടുണ്ട്. കടിച്ച് പിടിച്ച് ഓടിയപ്പോൾ പിന്നെ ഒരു ശരിക്ക്
0.01 സെക്കൻഡിനകമാണ് പോയി എനിക്ക് ഗോൾഡ് നഷ്ടപ്പെട്ടത്. സിൽവർ കിട്ടിയിട്ടുണ്ട്. ജപ്പാനിലും ചൈനയിലും ഒക്കെ അല്ല വേൾഡ് മീറ്റ് അല്ല ഏഷ്യൻ മീറ്റുകളിലാണ് പിന്നെ സിൽവർ മെഡൽ കിട്ടിയിട്ടുള്ളത്. ഇനി തായ്മാസിലേക്ക് പോവാം. തായ്മാസി ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തത്, അതുപോലെ ഏതെല്ലാം ഇനത്തിലാണ് പങ്കെടുത്തത് ഒന്ന് പറയും. ഞാൻ ഉമാഷ് പറഞ്ഞു, എൻ്റെ പേര് താഹിർ കുഞ്ഞ്, വാഴക്കാടാണ് വീട്. വാഴക്കാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്നാണ് 2024 പിരിഞ്ഞ അധ്യാപകനാണ്. അപ്പോൾ പിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഓട്ടത്തിലേക്ക് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തത്. സ്ഥിരമായിട്ട് ഞാൻ ഷട്ടിൽ നല്ലോണം കളിക്കാറുണ്ടായിരുന്നു. അതേ രീതിയിൽ ജിമ്മിലൊക്കെ പോയിട്ടൊന്നും ചെയ്യാറുണ്ടായിരുന്നു. അതേ രീതി തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളുടെ സ്പോർട്സിലും അതേപോലെ മത്സരങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യലൊക്കെ നമ്മളൊക്കെ നേതൃത്വം വഹിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് 24 ഒരു ലക്ഷ്യ എന്നുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടന വാഴക്കാട് വെച്ചിട്ട് ഒരു മാരത്തോൺ മത്സരം നടത്തിയിരുന്നു. ഒരു 7 കിലോമീറ്ററുള്ള ഊർക്കടവ് മുതൽ എഴവണ്ടപ്പാറ വരെയുള്ള. ആ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് ഒരു ഓട്ടത്തിനൊരു തുടക്കം കുറിക്കാനുള്ള കാരണം. പിന്നെ സ്ഥിരമായിട്ട് വാഴക്കാട് ഗ്രൗണ്ടിൽ ഓടാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കാരത്തിന് ശേഷം ഓടും. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം ആദ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന വാഫി സംഘടിപ്പിച്ച വെറ്ററൻസ് അസോസിയേഷൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച വെറ്ററൻസ് സ്റ്റേറ്റ് മീറ്റിൽ 3 മെഡലുകൾ നേടി. 200 മീറ്ററിൽ ഫസ്റ്റ് ഗോൾഡ് നേടി, 1500 മീറ്ററിൽ സിൽവർ, അതേപോലെ 5000 മീറ്ററിൽ സിൽവർ നേടാൻ സാധിച്ചു. അതിന് ദേശീയ മത്സരം തമിഴ്നാട് വെച്ചിട്ട് ഡിസംബർ മാസത്തിലാണ് നടക്കുക. അതിൻ്റെയൊക്കെയുള്ള യോഗ്യത നേടാൻ സാധിച്ചു. അതിനുശേഷം വയനാട് വെച്ച് നടന്ന കേരള അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ മത്സരത്തിൽ 2 ഇനങ്ങളിലായിരുന്നു പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത്. അതിൽ 10000 മീറ്ററിൽ 48 മിനിറ്റ് കൊണ്ട് 10000 മീറ്റർ 10 കിലോമീറ്റർ ഓടാൻ സാധിച്ചു. അതിൽ സിൽവറും അതേപോലെ 5000 മീറ്ററിൽ വെങ്കല മെഡലും നേടി. പിന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന ഈ മാരത്തോൺ മത്സരത്തിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ സ്റ്റേറ്റിൽ കൊച്ചിയിൽ നടന്ന സ്പൈസ് കോസ്റ്റ് മാരത്തോൺ 21 കിലോമീറ്റർ 1.59 മിനിറ്റ് കൊണ്ട് ഓടാൻ സാധിച്ചു. അതേ രീതിയിൽ തന്നെ ഒരു ദിവസം ഇവിടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് തുടങ്ങിയിട്ട് കാപ്പാട് ബീച്ച് വരെയുള്ളതിലും അന്ന് ഓടി 21 കിലോമീറ്റർ ഓടി. ഇപ്പോൾ 21 കിലോമീറ്റർ ഒരു ഈസി ആയിട്ട് ഓടാനുള്ളൊരു മനസ്സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ഫുൾ മാരത്തോൺ 41 കിലോമീറ്റർ ഓടണമെന്ന് മനസ്സിലുണ്ട്. ഞങ്ങളുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ റോയൽ റണ്ണേഴ്സ് ക്ലബ്ബ് കാലിക്കറ്റിലെ അംഗമാണ്. അവരെ കൂടാൻ ഓടാറുള്ളത്. അവിടെ നമുക്കൊരു അടുത്ത സെക്രട്ടറി ഒരു ഫേമസ് കോച്ചാണ്, രാകേഷ് കുന്നത്ത് എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പരിശീലനത്തിന് പോകാറുള്ളത്. മിക്കവാറും ദിവസങ്ങളിൽ ഒരു 5:30 മണിക്ക് സുബഹി നമസ്കാരത്തിന് ജമാഅത്തിന് മെഡിക്കൽ കോളേജിലെത്തും. അത് കഴിഞ്ഞിട്ട് 5:30 മണിക്ക് ഗ്രൗണ്ടിലെത്തും. ഒരു 7:45 വരെ അവിടെ പരിശീലനം ഉണ്ടാവും. അത് ചിട്ടായ പരിശീലനത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മനസ്സിന് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ട് പങ്കെടുക്കാനും. മത്സരത്തിൽ പങ്കെടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 21 കിലോമീറ്റർ ഈസി ആയിട്ട് നമുക്ക് ഓടി തീർക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടാളും അധ്യാപക ജോലി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രചോദനം ഉണ്ടാവുമല്ലോ ഇതിലേക്ക് വരാൻ. എന്തായിരുന്നു നിങ്ങളെ പ്രചോദനം? എൻ്റെ പ്രചോദനം ഞാൻ മുമ്പേ നീന്തുന്ന ആളായിരുന്നു. സ്വിമ്മറാണ്. ടീച്ചേഴ്സിന് നീന്തൽ മത്സരമുണ്ട് സ്റ്റേറ്റ് ലെവലിൽ. തിരുവനന്തപുരം വാട്ടർ വർക്ക് സ്വിമ്മിംഗ് പൂളിലാണ് നടക്കാറ്. അപ്പോൾ അന്ന് ഞാൻ ഇവിടുന്ന് ബാക്ക് സ്ട്രോക്ക് മലർന്ന് നീന്തത്തിലാണ് എനിക്ക് മെഡലുകളൊക്കെ ഉള്ളത്. ഞാനൊരിക്കൽ മലർന്ന് നീന്തിയപ്പോൾ നമ്മളെ മരിച്ചുപോയ PTA മുഹമ്മദ് മാഷില്ലേ, അയാൾ കണ്ടുകൊണ്ടാണ് നല്ല നീന്തലാണ്, തിരുവനന്തപുരത്ത് വരണം തന്നെ, ടീയും എല്ലാം കിട്ടും, ടി എ എല്ലാം കിട്ടും, ഒന്ന് വന്നാൽ മതിയാണ്. അങ്ങനെ ഞാൻ പോയി ബാക്ക് സ്ട്രോക്കിൽ 50 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഫസ്റ്റ്. ഞാൻ 7 കൊല്ലം ഫസ്റ്റാണ്. തുടർച്ചയായിട്ട് 7 കൊല്ലം പിന്നെ ബാക്ക് സ്ട്രോക്ക് അധ്യാപകരുടെ കൂട്ടത്തിൽ 50 മീറ്ററിൽ സ്റ്റേറ്റ് ഫസ്റ്റാണ്. അതാണ് എനിക്കുള്ള പ്രചോദനം. പിന്നെ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ നല്ല ഓട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിച്ച് 100 മീറ്റർ ചെയ്യാൻ തുടങ്ങി. 100 മീറ്ററിൽ ഞാൻ ടീച്ചേഴ്സിൻ്റെ 100 മീറ്ററിലും സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് പല പ്രാവശ്യവും.
ഇങ്ങനെയാണ് ഒരു പ്രചോദനം കിട്ടുന്നത്. താരതമ്യ മാസ്റ്റർക്കോ? ഞാൻ ആദ്യമൊക്കെ സ്പോർട്സിലൊക്കെ താല്പര്യമാണ്. സ്കൂളിലൊക്കെ കുട്ടികളെ ഗ്രൗണ്ടിൽ കൊണ്ടുപോകാനും ഓടിക്കാനും സ്പോർട്സ് നടത്താനും കുട്ടികളെ സബ് ജില്ലയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ താല്പര്യമായിരുന്നു. അത് ഞാൻ തന്നെ അങ്ങോട്ട് ഏറ്റെടുക്കലായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് രാവിലെ ഒന്നും കളിക്കും, ഷട്ടിൽ സ്ഥിരമായിട്ട് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം എന്തെങ്കിലും ഒരു കളിയില്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര മുണ്ടൗട്ടാണ്. എന്തെങ്കിലും ഒരു കളി കളിച്ചിട്ട് വ്യായാമം ചെയ്തെങ്കിൽ അന്ന് നല്ലൊരു എനർജിയാണ്. അതേപോലെ ഹെൽത്ത് സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഇതിലേക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അതുപോലെ ഇനി ജീവിത രീതി എങ്ങനെ? ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ സ്പോർട്സ് രംഗത്തേക്ക് ആവശ്യമുള്ള രീതിയിൽ ജീവിത രീതി ഒന്ന് പറയാം. ജീവിത രീതി എന്നാൽ ഞാൻ കൂടുതലായിട്ട് പ്രാക്ടീസ് ഇല്ല. അതുപോലെ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ രാവിലെ നമ്മൾ തൊട്ടടുത്തുള്ള വായിൽ പള്ളിയിൽ നിന്ന് സുബഹിസ്കരിക്കും. സുബഹിസ്കരിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓടും. അങ്ങനെ പെരുമ്പറമ്പ് ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒരു 2-3 കിലോമീറ്റർ ഇങ്ങനെ ഓടി വരും. അത് ഡെയിലി അതാണ് പ്രാക്ടീസ്. പിന്നെ മത്സരം ആകാനാകുമ്പം ഗ്രൗണ്ടിൽ പോകും. ഗ്രൗണ്ടിൽ പോയിട്ട് 100 മീറ്റർ സ്പ്രിൻറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ പ്രാക്ടീസ്. ഞാനും അതേ രീതിയിൽ തന്നെയാണ്. ഞാനധികം ലോങ് റേസാണ് ചെയ്യുന്നത്, മാരത്തോണിൽ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 3.5 മണിക്ക് മിക്കവാറും എഴുന്നേൽക്കും. 1 മണിക്കൂർ നമ്മുടെ പ്രഭാത കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി ഒരു 4 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഒരു 5 മണിയോട് കൂടിയിട്ട് ജമാഅത്ത് കണക്കാക്കിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞ് ഒരു 5:30 ആകുമ്പോഴത്തേക്കും ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തും. ഒരു 7:45 വരെയുള്ള ഒരു പ്രാക്ടീസ് ടൈമാണ്. ചിട്ടായിട്ടൊരു പ്രാക്ടീസ് നമ്മളെ കോച്ച് തരാറുണ്ട്. ഒരു 9:30 മണിയോട് കൂടിയിട്ട് ഉറങ്ങും. 10 അതന്നെ റൂട്ടീൻ കറക്റ്റ്. സാധാരണ രീതിയിൽ പിന്നെ ഇതിന് ഈ ലെവലിലേക്ക് വരണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ കുറേ പിന്നെ ഗൈഡുമാരും അതുപോലെ അങ്ങനെ പ്രാക്ടീസൊക്കെ ആണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക. അത് രണ്ടാമതും പിന്നെ അധ്യാപകരാണ്. അധ്യാപക ജോലി കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഇതിലേക്ക് തിരിഞ്ഞെന്നുള്ളതുകൊണ്ട് ഇത്രയും അച്ചീവ്മെൻറ്റ് നേടാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി നമുക്ക് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന്. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ആരോഗ്യശീലമല്ല ആളുകൾക്ക്, ഒരു ആരോഗ്യ സംസ്കാരമുണ്ട്. മനസ്സിലായി? അതില്ല. ആ ആരോഗ്യ സംസ്കാരം ഇല്ല എന്നുള്ളതാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. ഇന്ത്യക്കാർക്ക് തന്നെ. ഇപ്പോൾ വിദേശത്തിൽ ഞാൻ പോകുമ്പോൾ പല രാജ്യങ്ങളിലും പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അവിടെ ഉദാഹരണമായിട്ട് ജാപ്പാനിൽ എല്ലാവരും ചെയ്യുന്നവരാണ്, രാവിലെ ഓടുന്നവരാണ്, നന്നായിട്ട് ചെയ്യും. നല്ല ഞങ്ങളെ വെറ്ററൻ അത്ലറ്റ്സിൽ ഈ എബവ് 60 ഉള്ള അത്ലറ്റ്സിൽ ഫസ്റ്റായിട്ട് എപ്പോഴും മിക്കവാറും വരുന്നത് ജാപ്പാനാണ്. നമുക്ക് സെക്കൻഡും തേർഡൊക്കെ കിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ അവരുടെ പ്രാക്ടീസ് തന്നെ. അവരെപ്പോഴും വെറുതെ നിൽക്കുന്ന പരിപാടി അവരെടുത്തില്ല. എന്തെങ്കിലും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ജാപ്പാനിൽ പോയപ്പോൾ ടോക്കിയോയിൽ ഇറങ്ങിയിട്ട് കിറ്റഗാമി എന്ന സ്ഥലമുണ്ട്. കിറ്റഗാമിയിലായിരുന്നു ഞങ്ങളുടെ മത്സരം. 400 മൈലുണ്ട്, 400 കിലോമീറ്റർ ഉണ്ട് ടോക്കിയോ നിന്ന് കിറ്റഗാമിയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ എന്താണ് എല്ലാവരും ഓരോ വർക്ക് ചെയ്യുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഓരോ സോറിയും പറഞ്ഞിരിക്കുക. അവിടെ എല്ലാവരും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ട്രെയിനിൽ നോക്കിയാലും ട്രെയിനിലും ഓരോരുത്തർ അവനവൻ്റെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ലാപ്ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മടിയപ്പാൻ ഒരു വസ്തുവും ചെയ്യില്ല, നമുക്കിട്ട് ആരോഗ്യമില്ല. അത് നമ്മൾ അവരോട് മത്സരിക്കാൻ പോകാതൊക്കെ അല്ലേ. വയസ്സന്മാരായിട്ടുള്ള ആൾക്കാർ, ചെറുപ്പക്കാരല്ല. അവരുടെ ആരോഗ്യശീലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ജപ്പാൻകാരാണ് ഒരു സാധാരണ രീതിയിൽ വയസ്സായാലും വയസ്സാകാത്ത പോലത്തിൽ ജീവിക്കേണ്ടതാണ്. അവിടെ ഏതപ്പോൾ ഒക്കിനോവ എന്ന ദ്വീപുണ്ട് ജപ്പാനിൽ. ഒക്കിനോവയിലാണ് 100 വയസ്സായിട്ടുള്ള ആളുകളിൽ ഏറ്റവും അധികം തിങ്ങി താമസിക്കുന്ന സ്ഥലം. അത്രയും 100 വയസ്സായ ആൾക്കാരുണ്ട് അവിടെ. എബവ് 100 മത്സരത്തിൽ ജപ്പാൻകാരാണ് സാധാരണ ഫസ്റ്റ് വരാറുള്ളത്. എബവ് 100 മത്സരമുണ്ട്. ഏഷ്യൻ മീറ്റിലും ഉണ്ട്, വേൾഡ് മീറ്റിലും ഉണ്ട്. രണ്ടിലും മിക്കവാറും വേറെ ജപ്പാൻകാരാണ്. നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള എന്തെങ്കിലും? ആഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും ആരോഗ്യശീലങ്ങളിൽ ഫുഡ് പ്രധാന ഘടകമാണ്. അതേപോലെ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്.
അതേപോലെ വ്യായാമം. ഉം. ഈ 3 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ ഒക്കെ ഏതാണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് മാറ്റിയേക്കാൻ പറ്റും. അത് 3 ഇന്നത്തെ ആളുകൾ, ഇന്നത്തെ തലമുറ നിയന്ത്രിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ ആളുകൾ, കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം മൊബൈലിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വൈകിട്ടാണ് ഉറക്കുന്നത്. കൃത്യമായിട്ട് ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഉറങ്ങണം. അത് ഇപ്പോഴത്തെ കുട്ടികൾക്കും തലമുറക്കും കിട്ടാത്തൊരു രീതി അവരുടെ ആരോഗ്യത്തെ പ്രധാനമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഒരു അഭിപ്രായം പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ സ്പോർട്സും അധ്യാപകരും തമ്മിൽ ഭയങ്കര ഒരു ബന്ധത്തിലേക്ക് തോന്നുന്നുണ്ട്. മിക്കവാറും സ്പോർട്സിൽ വെറ്ററൻ ഈ ഇതിൽ കാണൽ ഏതെങ്കിലും സ്കൂളിലെ അധ്യാപകരായിരിക്കും. ഇപ്പം അടുത്ത കാലത്തായിട്ടൊക്കെ കാണുന്ന ആൾക്കാർ മത്സരത്തിന് വന്നാലും കാണൽ ഏതെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ കണ്ടുപരിചയമുള്ള ആൾക്കാരൊക്കെയാണ് അതിലുണ്ടാവുക. അപ്പോൾ വയനാട് പോയ സമയത്ത് അങ്ങനെ കാണുന്നുണ്ടായി. ഏകദേശം ഒരു 90% ടീച്ചേഴ്സ് തന്നെയാണ് അവിടെ ഇതിന് മത്സരത്തിന് വന്ന സമയത്ത് കണ്ട്. എന്തുകൊണ്ടാണ് ഈ അധ്യാപകർ ഇതിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അധ്യാപകർ മാത്രം ഈ രംഗത്തേക്ക് വരുന്നത്? അധ്യാപകരും സ്പോർട്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്? കളിക്കായിട്ട് പ്രത്യേക പീരീഡ് ഉണ്ടല്ലോ സ്കൂളിൽ. അപ്പോൾ അത് പ്രൈമറി സ്കൂളിൽ കൈകാര്യം ചെയ്യുന്ന പ്രൈമറി അധ്യാപകർ തന്നെയാണ്. അപ്പോൾ ഓലപ്പം ഇങ്ങനെ കളിച്ച് കണ്ട് ഇങ്ങനെ ഇതുണ്ടാവും. അതാണ് ഒന്നാമത്തെ പിന്നെ കാര്യം. അധ്യാപകർക്ക് ഒരു സമയം, കുറച്ചൊരു ഫ്രീ ടൈം കുറച്ചുകൂടി കൂടുതൽ ഉണ്ട്. പിന്നെ എപ്പോഴും കുട്ടികളോടൊപ്പം കളിക്കുന്നതുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതലും ഇതിലിത്തരം താല്പര്യം കാണുന്നുണ്ട്. നമ്മൾ അധികം മീറ്റിന് പോയി കഴിഞ്ഞാലും, മാരത്തോണിന് പോയി കഴിഞ്ഞാലും, സ്റ്റേറ്റ് മീറ്റിനൊക്കെ പോയി കഴിഞ്ഞാലും പലപ്പോഴും പരിചയപ്പെടുമ്പോഴും കൂടുതൽ അധ്യാപകർ അവിടെ കാണാറുണ്ട്. വ്യായാമത്തിൽ സാധാരണ വ്യായാമം ചെയ്യുമ്പോൾ അതിനൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞു. അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ടെന്നും പറഞ്ഞു. നമ്മൾ ആൾക്കാർ പൊതുവെ അത് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്താലുള്ള ഗുണങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ഇത് കാണുന്ന ആളുകളും അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഇനി അങ്ങനെ ഒരു ചെയ്യാനുള്ളൊരു മൂഡ് കിട്ടും. അപ്പോൾ ഇനി അതിനോട് ആ ചെയ്തത് കൊണ്ടുള്ള പ്രയോജനം. അതായത് ഇപ്പോൾ രാവിലെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്താലേ, രാവിലെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിലും ഒരു കൊല്ലം മുമ്പ് വരെ ചെയ്താൽ, അപ്പോൾ ഞാൻ നല്ലോണം ഓടി വിയർത്ത് വരും. ആ വിയർപ്പൊക്കെ വറ്റിയിട്ട് രാവിലെ ആ ചായയും ആ പുട്ടൊക്കെ തിന്നുമ്പോഴേ എന്താണ് ആ പുട്ടിൻ്റെ രസം എന്നറിയാം. സാധാരണ എല്ലാവരും തിന്നുന്ന പുട്ട് തന്നെയാണ്. പക്ഷെ നമ്മളെ ക്ഷീണിച്ച് വരുമ്പോൾ അല്ല. അപ്പം ഭക്ഷണത്തിന് രുചി വേണമെങ്കിലും വേണം നമ്മൾ അധ്വാനിക്കുക. ഇനി രാത്രിയാണെങ്കിൽ ഞാൻ എത്രയായാലും രാത്രി 10 മണിക്ക് ഞാൻ കിടക്കും. ഉറക്കം വയ്ക്കണ പരിപാടി ഉണ്ടായില്ല. കിടന്നാൽ അപ്പം തന്നെ ഉറങ്ങും ചെയ്യും. അത് സുബഹി ബാങ്ക് കൊടുക്കുന്ന നേരത്തെ ഞാൻ നീക്കുകയുള്ളൂ. അപ്പോൾ അത്രയും നേരം സുഖമായിട്ട് ഉറങ്ങാം. അങ്ങോട്ട് തിരിഞ്ഞു മറിയേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്താ, രാവിലെ നമ്മൾ നല്ല വിയർക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയാനുള്ളത്. കാരണം ഭക്ഷണത്തിന് നല്ല രുചിയാണ്. നമ്മൾ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനൊക്കെ നല്ലൊരു രുചി കിട്ടും ഭക്ഷണത്തിന്. പിന്നെ അന്നത്തെ ആ ഡേ നമുക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യാനും നല്ലൊരു ഉന്മേഷമായിരിക്കും. നല്ല ആക്റ്റീവ് ആയിരിക്കും നമ്മൾ. നമുക്കൊരു മടിയോ ഉറക്കോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ എനർജി. ഒരു ദിവസം നമ്മൾ വ്യായാമം ചെയ്തില്ലെങ്കിൽ നമുക്കൊരു മൂഡ് ഓഫ് ഉള്ള രീതിയിലുണ്ടാവുക. പക്ഷേ നല്ല വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഡേ നമ്മൾ സ്കൂളിലാണെങ്കിലും മറ്റുള്ള എവിടെ ഓഫീസിലാണെങ്കിലും നല്ലൊരു എനർജി ഫീലിംഗ് ഉണ്ടാവുക. പിന്നെ സമരമാഷ് പറഞ്ഞ പോലെ നല്ല ഉറക്കം, ഡീപ്പ് സ്ലീപ്പ് അത് നമുക്ക് കിട്ടും. കിടന്നു കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം കിട്ടും. പിന്നെ ആ ടൈമിന് നമ്മൾ കിട്ടിയ ടൈമിന് നമ്മൾ ഇല്ലേക്കുള്ളൂ. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും അറിയുന്നത് പോലെ നേരം വൈകി കിടക്കുകയും നേരം വൈകി എണീക്കുകയും ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. രാത്രി എത്ര സമയമാണെങ്കിലും പുതിയ തലമുറക്ക് വേണമെങ്കിൽ നിൽക്കാൻ പറ്റും. ഉറക്കം വയ്ക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അതേസമയം രാത്രിയാണ് ഇവർ ഓവർ ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നന്നായി ഉറങ്ങുന്നുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ രീതിയിൽ ആകുക. നമ്മൾ ജീവിതശൈലി രോഗങ്ങളും മറ്റ് സംഗതികളൊക്കെ പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഇതിൽ ഇപ്പോഴത്തെ ജനറേഷൻ കാണുന്നത്. കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ജനറേഷനോട് കുട്ടികളോട് നല്ല ഇത് ചെയ്യണം എന്നുള്ള തന്നെ കാര്യമായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ അതൊക്കെ വിദേശികളെ കണ്ടു പഠിക്കണം. അപ്പോൾ നമ്മൾ മഹാമടിയന്മാർ ഇന്ത്യക്കാർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലെയിനൊക്കെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗ് എടുക്കാൻ ആളെ നോക്കുക ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കുട്ടീനെ കിട്ടിയാൽ, ഒരാളെ കിട്ടിയാൽ നമുക്കിത് പിടിച്ചേൽച്ച് നടക്കണ്ടല്ലോ എന്ന് തോന്നും. അതേ സമയത്ത് അവർ ഫോറിനേഴ്സൊക്കെ അധികം എന്താ, എത്ര വലിയ ലഗേജ് ഒരു തൂക്കി പിടിച്ച് ഈസി ആയിട്ട് പോകുന്നത് കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ട സംഗതിയാണ്.
ഒരു ആരോഗ്യശീലമല്ല. പിന്നെ വേറെ ഒന്നുമില്ല, ആരോഗ്യശീലമല്ല എന്ന് പറയാൻ കാരണം എന്താണ്, നമ്മൾക്കിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അരീക്കോട് ഇപ്പോൾ ഹൈസ്കൂൾക്ക് വരണമെങ്കിൽ ഓട്ടോറിക്ഷ നോക്കും, മനസ്സിലായില്ലേ? അതായത് കുറച്ച് ദൂരം പോകുള്ളൂ. അങ്ങാടിക്ക് താഴത്തങ്ങാടിയിൽ നിന്ന് ഇപ്പോൾ അങ്ങാടിക്ക് പോകണമെങ്കിൽ ഓട്ടോറിക്ഷ കാത്തിക്കുകയാണ്. അതാണ് നടന്നാൽ കയ്യും കാലൊക്കെ ഇളക്കുകയും ചെയ്തോളും, നല്ല ആരോഗ്യത്തിന് നന്നും ചെയ്യും, പൈസക്കും ആദായമുണ്ട്. അത് നോക്കൂല. ഒരു ആരോഗ്യശീലമല്ല എന്നുള്ളതാണ്. ആരോഗ്യശീലം തന്നെ കുട്ടികളോട് നമുക്ക് പറയാണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ പൊതുവെ കാണുന്ന ഒരു കൾച്ചർ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഹോട്ടലുകൾ തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഹോട്ടൽ തുടങ്ങുന്ന ആ ഹോട്ടലൊക്കെ രാത്രി 10 മണിക്കും 11 മണിക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ അധികം വിദ്യാർത്ഥികളാണ്, ഒരു ടീനേജ് പോലത്തുള്ള കുട്ടികളാണ് കഴിക്കുന്നത്. അപ്പോൾ രാത്രി ഫുഡ് കഴിച്ചാൽ അത് ദഹനം ശരിക്കും നടക്കുന്നില്ല, നമുക്കറിയാം. പെട്ടെന്ന് കിടന്നുറങ്ങുകയാണെങ്കിൽ അത് ശരിക്കും ദഹിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിലൊരു കൾച്ചർ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുട്ടികളെ ആരോഗ്യത്തെ വളരെ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ വിദ്യാർത്ഥികളോട് പ്രത്യേകം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ പറ്റുള്ളൂ. ഇത് കുട്ടികൾ ഒരുമിച്ച് പോയിട്ട് എവിടെയെങ്കിലും നല്ല ജങ്കൽ ഫുഡ് കഴിക്കുന്നത്, അത് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും അപ്പം തന്നെ കിടന്നുറങ്ങുന്നത്, അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കും. ഒരു 10-40 വയസ്സൊക്കെ കഴിയുമ്പോൾ പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് വരികയാണ്. നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ ഷോപ്പുകൾ ഇതുപോലെ എന്ത് ചെയ്യാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. അപ്പോൾ ഹെൽത്താണ് ഏറ്റവും പ്രധാനം, ആരോഗ്യമാണ് പ്രധാനം. ആ രീതിയിലേക്ക് ഒരു ചിന്ത നമ്മളെ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സംഗതിയാണ് പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നാലും ഈ പ്രത്യേകിച്ച് നമ്മളെ അധ്യാപക സമൂഹത്തിൽ തന്നെ നിങ്ങൾ രണ്ടാളും അധ്യാപകരാണ്, ഇതിലേറ്റവും മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ്, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ആളുകളാണ്. അങ്ങനെയൊക്കെ ഒരു രീതിയിൽ അധ്യാപകരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളോട് നേരത്തെ പറഞ്ഞു, ഒരു മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ മെസ്സേജ് കൊടുക്കുക? അധ്യാപകരോട് പറയാനുള്ള, അധ്യാപകർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം, എന്നാലേ കുട്ടികൾ ശരിയാ. കുട്ടികൾ അധികം അനുകരിക്കുന്ന അധ്യാപകരെയാണ്. അതെ, മാസ്റ്റർമാരൊക്കെ ഇന്നും ഓടുന്നുണ്ട്, എന്നാലും കുട്ടികൾക്ക് ഒരു ആവേശം ഉണ്ടാവും, മനസ്സിലായില്ലേ? അധ്യാപകരെ കുട്ടികൾക്ക് മാതൃകയാണ് ശരിക്ക്. മാതൃക അല്ലാതെ നിൽക്കുന്നുണ്ട് പലരും, പക്ഷെ മാതൃകയായിട്ടാണ് പെരുമാറേണ്ടതും. പിന്നെ കുട്ടികൾ അങ്ങനെയാണ് നോക്കി കാണുന്നു, എൻ്റെ മാസ്റ്റർ അങ്ങനെയാണ്, എൻ്റെ മാസ്റ്റർ അങ്ങനെയാണ് എന്നൊക്കെ ചിലർ വീട്ടിൽ നിന്ന് പറഞ്ഞ് കേൾക്കാം. അതെന്തുകൊണ്ടാണ്? അവരൊരു മാതൃകാപുരുഷന്മാരാവും വേണം. അത് തന്നെ ആരോഗ്യത്തിൽ വരണമെന്നാണ് പ്രത്യേകം പറയുന്നത്. ആരോഗ്യ കാര്യത്തിൽ മാസ്റ്റർ കളിക്കുന്നുണ്ട്, എല്ലാ കുട്ടികളും കളിക്കും. ഇത് മാസ്റ്റർ മടിയായി ഏത് നേരം കസാലയിൽ മേശമേ കാലും കയറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ മേലെ കയറ്റാൻ അധ്യാപകരാണ് നമുക്ക് റോൾ മോഡൽ ആവേണ്ടത്. അതാണ് നമുക്ക് അധ്യാപകരോട് പറയാനുള്ളത്. അധ്യാപകർ നമ്മൾ സ്കൂളുകൾക്ക് ക്യാമ്പുകളും മറ്റൊക്കെ നടത്തുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള ജീവിത രീതികൾ എന്ത് ചെയ്യണം, വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് കുട്ടികളോടൊപ്പം ഓടണം, കുട്ടികളോടൊപ്പം ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് കുട്ടികളിൽ ഇങ്ങനത്തെ കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടി അധ്യാപകർ ശ്രമിക്കണം. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്യാപകരുടെ കീഴിലാണ് കുട്ടികളുള്ളത്. ഒരു ദിവസത്തിൽ 5 ദിവസം അധ്യാപകരുടെ കീഴിലാണ് കുട്ടികളുള്ളത്. രാത്രിയെ കുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളൂ, വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അത്രയും സമയം അധ്യാപകരുടെ കയ്യിൽ കുട്ടികളുണ്ട്. അപ്പോൾ സ്വഭാവത്തിൽ, വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ഏറ്റവും കൂടുതൽ സമൂഹത്തിന് കഴിയുന്നത് അധ്യാപകർക്കാണ്. അപ്പോൾ അധ്യാപക കാര്യങ്ങളിൽ കഴിയാവുന്നത്ര ശ്രദ്ധിച്ചാൽ നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സംസ്ഥാനം മുതൽ അങ്ങനെ ദേശീയാടിസ്ഥാനത്തിലും അന്തർദേശീയ അടിസ്ഥാനത്തിലും ലോക മീറ്റിലൊക്കെ പങ്കെടുത്ത് ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും കുടുംബത്തിൻ്റെ ഒരു പിൻബലം എന്തായാലും വേണം, എന്നാലേ പോവുള്ളൂ. അപ്പോൾ പിൻബലം ഉണ്ടായിരുന്നോ? അതിലെന്തെങ്കിലും സ്ട്രഗിൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ? അതല്ല, പ്രത്യേകിച്ചും ഗവൺമെൻറ്, നമ്മളെ ഗവൺമെൻറ്, പ്രത്യേകിച്ചും ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും അതിനെന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് പല ലോക രാജ്യങ്ങളും ചെയ്യാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ നമ്മുടെ കേരള സർക്കാരോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സഹായിക്കുക, അതിൻ്റെ ഒരു ഗൈഡൻസ് തരികയും മറ്റു സംഗതികൾ അത്തരത്തിലുള്ള ഇതിലൊന്ന് പറയാം. ഞാൻ ഒരു 20 കൊല്ലം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ സർക്കാരിന്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടായത് എന്താ വെച്ചാൽ, മലേഷ്യയിൽ പോയപ്പോൾ 10,000 രൂപ വീതം ഞങ്ങൾക്ക് കിട്ടി. മലേഷ്യയിൽ പോയപ്പോൾ വേറെ ഒരു മീറ്റിന് കിട്ടിയില്ല. ഇപ്പോൾ പല സ്ഥലത്തും പോയല്ലോ, അമേരിക്കയും ഫ്രാൻസും ജപ്പാനിലൊക്കെ പോയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് അങ്ങനെ. പിന്നെ പ്രോത്സാഹനം
ഇല്ല, അത് പ്രോത്സാഹനം കാര്യമായിട്ട് വേണ്ട പൈസ തന്നെയാണ്. തൊള്ളോണ്ട് പ്രോത്സാഹിച്ചിട്ട് വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചെയ്യില്ല. അതേ സമയത്ത് ഞാൻ ഇൻ്റർനാഷണൽ മത്സരത്തിന് പോകുമ്പോൾ അവരുമായിട്ട് സംസാരിക്കലുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും, അത് മിക്കവാറും മുഴുവൻ മുക്കാൽ ഭാഗവും, അത് 75% രാജ്യങ്ങൾക്ക് അവർ സർക്കാർ കൊടുക്കുക. അവരാണ് ടീയും ഒക്കെ കൊടുക്കുന്നത്. ഇവിടെ ഒന്നും കൊടുക്കില്ല. ഞാൻ പറഞ്ഞില്ല, 5000 റുപ്യ ഇവിടെ കിട്ടിയെന്ന് തന്നെ. പിന്നെ വേറെ കിട്ടിയ ഞങ്ങൾ പിന്നെ ഇവിടെ പോയിരുന്നു, പിന്നെ വേൾഡ് മീറ്റിന് പെർത്തിൽ ആസ്ട്രേലിയയിൽ പോയപ്പം പിന്നെ മെഡൽ കിട്ടിയിരുന്നു. അപ്പോൾ ആ 16 ആൾക്ക് മെഡൽ കിട്ടി. റിലേയിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ആ 16 ആളെ ഞങ്ങൾ ഡൽഹിക്ക് വിളിച്ചു. സ്പോർട്സ് മന്ത്രി, കേന്ദ്ര സ്പോർട്സ് മന്ത്രി വീട്ടിലേക്ക് വിളിച്ചു ഞങ്ങളെ 16 ആളെ. അജയ് ഗോയൽ അത് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് നല്ല പാർട്ടിയിൽ നിന്നു 5000 റുപ്യ വീതം ഓരോരുത്തർക്ക് ബസ് ഫെയർ, ട്രെയിൻ ഫെയർ തന്നെയാണ് ഇട്ടതെന്ന് അറിയാണ്ട് 5000 റുപ്യ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവിടുന്ന് വാങ്ങിയിട്ട് 5000 റുപ്യ വാങ്ങി പോവുകയും ചെയ്ത് നല്ല പാർട്ടി നിന്ന്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ പ്രോത്സാഹനവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ 10000 റുപ്യേൻ്റെ പ്രോത്സാഹനം ഈ 20 കൊല്ലത്തിൻ്റെ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒരു പ്രോത്സാഹനം ഉണ്ടായില്ല സർക്കാർ ഭാഗത്തുനിന്ന്. നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ ഫാമിലി നല്ല പൂർണ്ണമായിട്ട് സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ രാവിലെ എല്ലാ കാര്യങ്ങളൊക്കെ നടന്ന് പോകാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ട് സപ്പോർട്ടാണ്. പിന്നെ സമദ് മാഷ് പറഞ്ഞതുപോലെ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിനു വേണ്ടി യാതൊരു ഫണ്ടിങ്ങും ഒന്നും ഉണ്ടാവാറില്ല. നമ്മളിപ്പോൾ സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടിക്കറ്റ്, അവിടെ റൂം, അതേ മൊത്തം കാര്യം, അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്, അതൊക്കെ നമ്മൾ സ്വന്തം തന്നെ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും, താല്പര്യമുള്ള ആളുകൾക്കൊണ്ട്, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മത്സരത്തിൽ പോകാൻ അന്നേരം പ്രയാസപ്പെടുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ ഓടുന്ന ആളുകൾക്ക് പൈസൻ്റെ പ്രയാസം കൊണ്ട് അവർ ഓടാൻ വരാത്ത ആളുകളുണ്ട്. അതേപോലെ മാരത്തോണിൽ പങ്കെടുക്കുകയാണെങ്കിലും ഇപ്പം കഴിഞ്ഞ സ്പൈസ് പോസ്റ്റ് മാരത്തോൺ 21 കിലോമീറ്ററിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് 1500 രൂപയാണ് രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ അതേ രീതിയിൽ എല്ലാ മാരത്തോണും രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. രജിസ്ട്രേഷൻ ഫീസ് കഴിഞ്ഞ് മത്സരം കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. എന്നിരുന്നാലും ഇത്തരം മത്സരങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പൈസ മുടക്കിയിട്ട് തന്നെ വേണം പോകുവാൻ. പിന്നെ ഏഷ്യൻ മീറ്റിലൊക്കെ ഇപ്പോൾ അടുത്ത മാസം ഏഷ്യൻ മീറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ പങ്കെടുക്കുന്ന ചില ആളുകളൊക്കെ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നാട്ടിലെ ക്ലബ്ബുകളോ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ചില ആളുകൾ മത്സരത്തിന് എന്ത് ചെയ്യുന്നത്, പറഞ്ഞേക്കുന്നത്. വേൾഡ് മീറ്റിന് പോകുമ്പോഴേ, ഏഷ്യൻ മീറ്റിന് പോകുമ്പോൾ, വേൾഡ് മീറ്റിന് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ട ആ രാജ്യക്കാർ നമുക്കൊരു ബാഡ്ജ് തരും. ആ ബാഡ്ജ് വെച്ച് നടന്നാൽ നമുക്ക് ട്രെയിൻ ഫെയറും ബസ് ഫെയറും വേണ്ട അവിടെ. ഇപ്പോൾ അമേരിക്കയിൽ പോകുന്ന അമേരിക്കയിൽ ട്രെയിൻ ഫെയറും വേണ്ട, എനിക്ക് ബസ് ഫെയറും വേണ്ട. അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ മത്സരമില്ലാത്ത സമയത്തോ, മത്സരമില്ലാത്ത ദിവസം പോയാൽ മതി. വേൾഡ് മീറ്റ് പറഞ്ഞാൽ 6 ദിവസമോ 7 ദിവസമോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ 2 ദിവസമൊക്കെ നമുക്ക് മത്സരം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസം അങ്ങനെ ചിറ്റിയടിക്കാം. ട്രെയിൻ ഫെയറും വേണ്ട, ബസ് ഫെയറും വേണ്ട. അത് അമേരിക്കയിൽ പോയപ്പോഴും, ഫ്രാൻസ് പോയപ്പോഴും, ജാപ്പാനിൽ പോയപ്പോഴും, ജാപ്പാനിലല്ല, ആസ്ട്രേലിയ, ജാപ്പാൻ ഏഷ്യൻ മീറ്റാണ്. അപ്പോൾ മറ്റുള്ള രാജ്യക്കാരൊക്കെ പരിഗണിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് നമുക്ക് ഈ സ്പോർട്സ് രംഗത്തേക്ക് വന്നതുകൊണ്ട് എന്തെങ്കിലും ഈ ഇപ്പോൾ സ്ഥലം കാണാൻ ചെയ്യുന്നുണ്ട്, ഫ്രീ ആണ്, അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിൽ അല്ല, എല്ലാവരും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. നാഷണൽ അത്ലറ്റാന്നുള്ളവർക്ക് രാജ്യത്തിൻ്റെ പ്രതിനിധിയാണല്ലോ, അതിനൊക്കെ പ്രത്യേകം നോക്കണം. ബസ്സിലൊക്കെ വരുമ്പോൾ കയറ്റേന്ന് പറയും. നമ്മളെ കയറ്റിയിട്ടാണ് നാട്ടുകാരെ കയറ്റുന്നത്. നമ്മൾ ബാഡ്ജിലുള്ള ആൾക്കാരല്ലേ, പൈസയും കൊടുക്കണ്ട. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചിട്ടുള്ള മത്സരങ്ങൾ, സ്പോർട്സ് ഇനങ്ങളിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ എല്ലാ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും പോയിട്ട് സ്റ്റേറ്റ് തലത്തിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് നടന്നത്. അതിൽ പൂർത്തിയായി. മലപ്പുറമാണ് അതിൻ്റെ ഒരു തരത്തിൽ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായിട്ടുള്ളത്. മറ്റു തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും നന്നായി മികവുറ്റ സ്പോർട്സ് താരങ്ങളെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നല്ല കഴിവുള്ള കുട്ടികൾ തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തോന്നിയാൽ തന്നെ അത് എത്രമാത്രം കൊടുക്കാൻ പറ്റും? ആ ഒരു സംവിധാനത്തിലൊന്ന് പറയാൻ പറ്റും?
അതായത് സർക്കാർ ലെവലിൽ വലിയ പ്രോത്സാഹനമൊന്നുമില്ല. ഇപ്പോൾ സ്കൂൾ മീറ്റിന് തന്നെ ഇപ്പോൾ അങ്ങനെ പിന്നെ ട്രെയിനിലൊക്കെ പിന്നെ ബർത്തൊന്നും ഇല്ലാതെ നിലത്ത് കിടന്നിട്ടാണ് പോയത്. ഇപ്പോൾ കഴിഞ്ഞ മീറ്റിൽ തന്നെ അവിടെ ഭുവനേശ്വറിൽ നടന്ന മീറ്റിൽ പിന്നെ നിലത്ത് കിടന്നിട്ടാണ് പോയത് ട്രെയിനിൽ. പിറ്റേന്ന് ഓടേണ്ട കുട്ടികളത്. അപ്പോൾ അവർ പരിഗണിക്കുന്നില്ല. അവിടെ സ്റ്റേറ്റ് കമ്മിറ്റികളും മോശം തന്നെ, കണ്ടക്ടിങ് കമ്മിറ്റികൾ. ഇവിടെ കേരളത്തിലെ ഓർഗനൈസിങ് കമ്മിറ്റിയും പോരാ. ആക്കെ ആദ്യം നോക്കണ്ടേ, അപ്പോൾ അതൊന്നും നോക്കണില്ല. അതിനനുസരിച്ച് നമ്മളെ സ്റ്റേറ്റ് ടൈം ടേബിളും വരുന്നില്ല. ദിവസമല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. കുറേ ദിവസം മുമ്പ് പറയേണ്ടിയിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ എല്ലാവർക്കും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രത്യേക ബോഗി തന്നെ വെച്ചുള്ളൂ. പ്രത്യേകം കോച്ച് പോവാം, അതൊന്നും ചെയ്യലില്ല. സർക്കാർ വേണ്ട വിധം സഹായിക്കണില്ല. അവസാനമായിട്ട് നമ്മളിതൊരു കൺക്ലൂഷനിലേക്ക് പോവാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ഈ എങ്ങനെയൊക്കെ ആയങ്ങൾ ഇപ്പോൾ സ്പോർട്സ് രംഗത്തുള്ള ആളാണ്, അല്ലെങ്കിൽ അത്ലറ്റിക് രംഗത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ആയാലാണ് കേരളത്തിൻ്റെ ഈ ഒരു ഇപ്പോൾ ലോകത്തിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സ്പോർട്സിനെ മാനിക്കുന്നുണ്ട്, അതുപോലെ അത്ലറ്റിനെ മാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ രീതിയിലായാലാണ് ഒരു വേൾഡ് ലെവലാക്കി മാറ്റുക? ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇൻ്റർനാഷണൽ ലെവല്, ലോകോത്തര നിലവാരത്തിലാണ് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ സംഗതികളും പോകുന്നത്. സ്പോർട്സ് ഇനത്തിൽ ലോകോത്തര മാതൃകയിലാക്കണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്നുള്ളതെന്ന് ഒരു സജഷൻ, നിങ്ങളെ അഭിപ്രായം പറയുകയാണെങ്കിൽ. അതായത് സർക്കാർ തന്നെയാണ് കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. നാട്ടുകാരുടെ പ്രോത്സാഹനം കുറവൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സ്വീകരണങ്ങളൊക്കെ തരും പോയി വന്നാലൊക്കെ. അപ്പോൾ സർക്കാർ ലെവലിൽ അതിൽ സൗകര്യം ചെയ്യണം. നേരത്തെ ബുക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്യണം. പിന്നെ കൂടുതൽ സ്പോർട്സ് ഹോസ്റ്റൽസ് വേണം. ആകെപ്പാടെ 3 ഹോസ്റ്റലൊക്കെയല്ലേ. കണ്ണൂരൊന്നും ഇവിടെ ഒന്നും തിരുവനന്തപുരത്തൊന്നും വേറെ സ്പോർട്സ് ഹോസ്റ്റലൊന്നുമില്ല. അപ്പോൾ ഹൈസ്കൂളിൽ സ്പോർട്സ് ഹോസ്റ്റൽ പ്രത്യേകർക്ക് കോച്ചിങ് കൊടുക്കാനുള്ള പിന്നെ ടീച്ചേഴ്സും കോച്ചസൊക്കെ വേണം. അതൊന്നും ചെയ്യുന്നില്ല സർക്കാർ. അതാ ഫസ്റ്റ് കിട്ടിയാൽ ബർത്ത്ഡേക്ക് അപ്പോൾ ഒന്ന് പത്രത്തിലൊക്കെ വരുന്നല്ലാതെ വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ തീരെ കൊടുക്കുന്നില്ല. അത് സർക്കാർ കൊണ്ടുവരണം. അതന്നെ. ഇപ്പോൾ ഈ പ്രൈമറി ലെവലിൽ തന്നെ നല്ല കഴിവുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തണം. പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല സ്കൂളുകളിലും നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഇല്ല. എത്ര കുട്ടികളുടെ എണ്ണം ഉണ്ടെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ സർക്കാർ പോസ്റ്റ് ചെയ്തോളൂ. ഇപ്പം PT അധ്യാപകരുടെ ഇപ്പോൾ സമരത്തിലുള്ളത്. ഇപ്പോഴത്തെ ഉപജില്ലാ മത്സരങ്ങളിലൊന്നും ഇപ്പോൾ അവർ സഹകരിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. അവരെ ചെറിയ പ്രായത്തിൽ അവരെ കണ്ടെത്തിയിട്ട് നല്ല കോച്ചിങ് കൊടുത്തിട്ട് നല്ല ഫുഡും കൊടുത്തു കഴിഞ്ഞിട്ട് ആ പ്രായത്തിൽ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന തലത്തിലേക്ക്, ലോക നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കും. വിദേശ രാഷ്ട്രങ്ങളൊക്കെ അതേ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആ രീതിയിലേക്ക് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് കാണുന്നില്ല. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ നല്ല കുട്ടികളെ സ്കൂളുകളിൽ നിന്നും ഉപജില്ലയിലും ജില്ലയിലൊക്കെ മത്സരിച്ച് വിജയിക്കുന്ന കുട്ടികളെ കണ്ടെത്തിയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഫണ്ട് കണ്ടെത്തി നല്ലൊരു കോച്ചിനെ വെച്ചിട്ട് അവർക്ക് നല്ല പരിശീലനവും അതേ രീതിയിൽ തന്നെ നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മികച്ച നിലവാരത്തിലേക്ക് നമുക്ക് സ്പോർട്സിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ രീതിയിലൊക്കെ ഒരു ചിന്തയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരട്ടെ വേണ്ടത്. പക്ഷേ സർക്കാരിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നടന്നിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൊതു കൂട്ടായ്മയിലൂടെയൊക്കെ ഈ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ വിദ്യാഭ്യാസ പുസ്തകത്തിൽ തന്നെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് ഒരു പീരീഡ് ഉണ്ട്, ഒരു പുസ്തകമുണ്ട്. അത് ഗവൺമെൻറ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിലേക്ക് കുട്ടികളെ കായികക്ഷമത വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ചും ആരോഗ്യം, മാനസികാരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് നിർദ്ദേശങ്ങളാണ് നിങ്ങൾ രണ്ടാളും തന്നിട്ടുള്ളത്. ഏതായാലും വളരെ സന്തോഷം. ഒരുപാട് അറിവുകൾ ഇതിൽ പിന്നെ ലോക അത്ലറ്റ് വെറ്ററൻ ചാമ്പ്യനായി ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്ത്, പ്രത്യേകിച്ചും താഹിർ കുഞ്ഞു സാറ് പിന്നെ കഴിഞ്ഞ വർഷം റിട്ടയർഡായി ഈ രംഗത്തേക്ക് പുതിയതായിട്ട് ഇങ്ങനെ വന്നതാണ്. സംസ്ഥാന ലെവലിലൊക്കെ നല്ല ഗോൾഡ് മെഡലായിട്ട് വാങ്ങിയതാണ്. അതുപോലെ സമദ് മാഷും ലോകോത്തര ലോക അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത സ്വർണ്ണ മെഡൽ വാങ്ങിയിട്ടുള്ള ആളാണ്. ഈ രണ്ടാളുകളുടെയും അനുഭവങ്ങൾ കുട്ടികൾക്കും പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കും
നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല കായിക പ്രേമിയാകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് ഇതിന് ഉള്ളത്. എന്തായിരുന്നാലും റേഡിയോ ഇസ്ലാമിൻ്റെ ഈ ഗസ്റ്റ് റൂമിലേക്ക് വന്നതിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു.